നമുക്കൊക്കെ ആർ എസ് എസ്സുകാരായിട്ടുള്ള സുഹൃത്തുക്കളെങ്കിലും ഉണ്ടാകും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളുടെ സഖാക്കൾക്ക് നാട്ടും പുറത്ത് ആർ എസ് എസ്സുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ പോലും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ജന്മം കൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള ധാരാളം കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ എനിക്കറിയാം. ഏതെങ്കിലും ഒരാൾക്കൊരു ആർ എസ് എസ്സുകാരൻ ഒരു സുഹൃത്തായിട്ടുണ്ടോ? അവരുടെ കല്യാണത്തിന് പോലും സാധാരണഗതിയിൽ നമ്മളുടെ നാട്ടിലൊന്നും സഖാക്കൾ പോകാറില്ല. എന്നാൽ കോൺഗ്രസ്സുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് കല്യാണത്തിന് പോലും പോകും. ആർ എസ് എസ് ആണോ പിന്നെ മറ്റേ ഏതെങ്കിലും പാർട്ടിക്കാരാണോ എന്നൊന്നും പോലും നോക്കൂല. അല്ല, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ ബോധ്യമല്ലേ, ഇപ്പം ഇവിടെ നിങ്ങളിവിടെ പ്രവർത്തിക്കും. സത്യത്തിൽ ഇവിടെ ആർ എസ് എസിനോട് ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യാതെ അവരോട് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരാണ്? നമുക്കൊക്കെ, ഇപ്പം എനിക്കടക്കം ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സുഹൃത്തുക്കളുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സുഹൃത്ത് വലയം ഒരു സഖാവിനില്ല എന്നുള്ളതാണ്. നമ്മൾ നാട്ടുംപുറത്ത് ശ്രദ്ധിച്ചാൽ അതറിയും. എന്നിട്ട് അങ്ങനത്തെ ആളുകളെക്കുറിച്ചാണ് അന്തർധാര, കിന്തർധാര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയണത്. ഇങ്ങനെ പോയാൽ നമ്മൾ ആരെയാണ് വിശ്വാസത്തിലെടുക്കുക? ഒരാൾക്കും നേതൃത്വത്തിൽ അത്ര ഉണ്ടാവില്ല. പിണറായി വിജയൻ ഇതുവരെ ഏതെങ്കിലും ഒരു ആർ എസ് എസ്സുകാരൻ്റെ ബി ജെ പി നേതാവിൻ്റെ കല്യാണത്തിന് പോയിക്കണോ? നമുക്ക് ചൂണ്ടിക്കൊടുക്കാൻ പറ്റുമോ? അല്ല, കല്യാണത്തിന് പോലും അതിൻ്റെ ഒരു ഭാഗമാണ്.